പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കാര്യം പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റാണ്. എങ്ങനെ നമ്മുടെ സാധാരണ പമ്പുകൾ ഉപയോഗിച്ച്, അതായത് ഒന്നല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ ചെറിയ വാട്ട്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന, അതായത് 85 വാട്ട്സ് മാത്രം വരുന്ന ഒരു ഫൗണ്ടൻ പമ്പുണ്ട്. ഇത് തന്നെ പല മോഡലുകളിലുണ്ട്. ഇതിൽ കുറഞ്ഞതുണ്ട്, ഇതിൽ കൂടിയതുണ്ട്, നമ്മുടെ സാധാരണ പമ്പുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിലൊരു പമ്പുണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് പോണ്ടിലേക്ക് എങ്ങനെ ഒരു എയറേറ്റർ പമ്പ് ഉണ്ടാക്കാം എന്നാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇത് എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് പല സ്ഥലത്തുനിന്ന് വായിച്ചതും കണ്ടതും പല ആൾക്കാരോട് സംസാരിച്ചതുമായിട്ടുള്ള ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. സക്സസ് ആവോ ഇല്ലയോ, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നമുക്കതൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെഞ്ചുറി ഉപയോഗിച്ചിട്ടുള്ള ഒരു എയറേറ്റർ പമ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് സാധാരണ പമ്പ് ഒരു വെഞ്ചുറി ഉപയോഗിച്ച് നമ്മളൊരു എയറേറ്റർ പമ്പ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ വെഞ്ചുറി തപ്പി നടന്ന സമയത്താണ് ഇതേപോലെ ഒരു കുനിയിൽ എനിക്ക് കിട്ടിയത്. ഇതിന് ഫണൽ എന്ന് പറയും, നമ്മുടെ ഇവിടെയൊക്കെ കുനിയിൽ എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പുകളിലെല്ലാം വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടി അവർ ബോക്സിലിട്ട് വെച്ചിരുന്ന സാധനമാണ്. അപ്പോൾ ഞാനിങ്ങനെ പല സാധനങ്ങൾ തപ്പി നടന്ന കൂട്ടത്തിലാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിന് ഏകദേശം ഒരു വെഞ്ചുറിയുടെ ഷേപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ പരീക്ഷണം എന്ന് വിചാരിച്ച് ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് വെച്ച് ഇത്രയും നമ്മുടെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇത് കുറച്ച് അധികം സാധനങ്ങളോടെ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ബേസിക്കായിട്ട് വേണ്ട 2-3 സാധനങ്ങളേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള നമ്മുടെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്, എങ്ങനെ ഇതൊക്കെ ചെയ്യും എന്നുള്ള ചില ഡീറ്റെയിലുകളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ വെഞ്ചുറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാവുന്ന പോലെ തന്നെ വെഞ്ചുറിയുടെ ഒരു സൈഡ് വലുതാണ്, ഒരു സൈഡ് ചെറുതാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ, വലിയ സൈഡിൽ കൂടെ വെള്ളം കിടത്തി വിട്ട് കഴിയുമ്പോൾ ഇപ്പുറ സൈഡിൽ വരാൻ നേരത്ത് വെള്ളത്തിൻ്റെ വെലോസിറ്റി കൂടും, ഒരു പ്രഷറിന് ഡ്രോപ്പ് വരും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടീ കൊടുത്തിട്ട് മേളിലേക്ക് ഒരു എയർ പൈപ്പ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വെള്ളം പാസ് ചെയ്ത് ഈ വെഞ്ചുറിയുടെ കടന്നു പോകുന്നതിന് ഒപ്പം തന്നെ മേളിൽ നിന്നുള്ള എയറും സക്ക് ചെയ്ത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള വെള്ളമായിരിക്കും ഇതിലേക്ക് പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഞാൻ എടുത്ത മോട്ടർ ഇതിപ്പോൾ 85 വാട്ട്സിൻ്റെ ഒരു ഫൗണ്ടൻ പമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പോണ്ടുകളിലേക്കൊക്കെ വെക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എടുത്ത പമ്പിൻ്റെ ഔട്ട്ലെറ്റ് ചെറുതായ കാരണം ഞാൻ ഈ സൈഡിലുള്ള 3/4 ഇഞ്ചിനെ വീണ്ടും റെഡ്യൂസ് ചെയ്ത് 1/2 ഇഞ്ച് സൈസിലേക്ക് ആക്കി. ഞാനിത് ഒട്ടിച്ച് വെക്കാത്തത് ഇത് സക്സസ് ആവോ ഇല്ലയോ എന്നറിയില്ലാത്ത കാരണമാണ്. ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം. അപ്പോൾ ഞാനതിനെ റെഡ്യൂസ് ചെയ്ത് 1/2 ഇഞ്ച് ആക്കി. 1/2 ഇഞ്ച് ആക്കി. ഇനി ഇതിനെ നമുക്ക് മേളിൽ കണക്ട് ചെയ്യണം. മേളിൽ കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ബെൻഡ് കണക്ട് ചെയ്യണം. അതിലേക്ക് ഞാൻ ഇതേപോലെ ഒരു ബെൻഡ് കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ബെൻഡ് കണക്ട് ചെയ്തു. ഇനി നമുക്കിത് ഇതിൻ്റെ മേളിലേക്ക് പിടിപ്പിക്കണം. മേളിലേക്ക് പിടിപ്പിക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ ബുഷ് ഇട്ടു. ഓക്കെ, പിന്നെ ഇതിൻ്റെ മേളിലേക്കൊരു FTA കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഇത് തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ടൊരു ചെറിയ പൈപ്പിൻ്റെ പീസോടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പമ്പിൻ്റെ മേളിൽ നിന്ന് വെഞ്ചുറി വരെയുള്ള കണക്ഷനായി. ഇനി ഇതിൻ്റെ ബാക്കി വരണമെന്നുണ്ടെങ്കിൽ നമുക്കിനി ഒരു ഇതേപോലെ ഒരു ടീ ഇതിൻ്റെ മേളിൽ കൊടുക്കണം. അതിൻ്റെ ഒരു പൈപ്പ് മേളിലേക്ക് കൊടുക്കണം. ഈ പൈപ്പ് മേളിലേക്ക് കൊടുക്കാൻ നേരത്ത് സാധാരണ ഈ വരുന്ന പൈപ്പിനേക്കാളും ചെറിയൊരു പൈപ്പ് സൈസാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ബുഷ് ഇട്ടിട്ട് ഇതിൻ്റെ മേളിലേക്ക് കൊടുക്കാൻ പോകുന്നത് 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇനി ഇതിൽ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയ പീസ് പൈപ്പ് കൂടെ വേണം. നമുക്ക് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനിതിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇത് ഫുൾ സെറ്റായിട്ടുണ്ട്. ഇനി ആകെ നമുക്ക് ഇതിൻ്റെ പിടിപ്പിക്കാവുന്നത് ഇതിൻ്റെ മേളിലേക്കുള്ള എയറിൻ്റെ പൈപ്പാണ്. ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ എയറേറ്റർ പമ്പിൻ്റെ എന്താ പറയുക, അതിൻ്റെ മാനുഫാക്ചറിങ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്കിത് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ മുകളിലുള്ള നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇതിൽ എയർ വരുമോ, വെള്ളം വരുമോ, എന്തെങ്കിലുമൊക്കെ വരുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ശരി, വാ. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ഇത് നോർമൽ കണ്ടീഷനിൽ ഇത് എയർ പൈപ്പ് ഓപ്പൺ ആയിട്ട് ഇതിൽ എയർ ഉൾപ്പെടെയുള്ള ബബിൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മേലിലത്തെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടും ചെക്ക് ചെയ്ത് നോക്കാം. ക്ലോസപ്പ് വരെ. ഓക്കെ, മോട്ടർ ഒന്ന് നോക്കിയാൽ ക്ലോസ് വന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമെങ്കിൽ ഇതിലിപ്പോൾ
ഒരു ബബിളും കൂടെ കൂടിയിട്ടുള്ള വെള്ളമാണ് അത് തള്ളുന്നത്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ചെക്ക് ചെയ്യാനായിട്ടുള്ള വഴി നമ്മൾ ഈ പിടിപ്പിച്ചിരിക്കുന്ന എയർ പൈപ്പ് ക്ലോസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ക്ലോസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ വെള്ളത്തിന് മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല. വീണ്ടും നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ ബബിൾ വരുന്നുണ്ട്. വീണ്ടും ഇതാ നമ്മൾ ഈ എയർ പൈപ്പ് ക്ലോസ് ചെയ്തു. ഇപ്പോഴും ആക്ച്വലി മോട്ടർ വെള്ളം തള്ളുന്നുണ്ട്. ഇതുണ്ടോ, മോട്ടർ വെള്ളം തള്ളുന്നുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അതിൽ ബബിൾ ഉൾപ്പെടെയുള്ള എയർ വരിക. നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് ഒരു എന്താ പറയുക, ഒരു പാർഷ്യലായിട്ട് വേണമെങ്കിൽ സക്സസ് ആയെന്ന് പറയാം. അപ്പോൾ ഇതിലിനി നമുക്ക് ചെയ്യാവുന്നത്, അത് ആക്ച്വലി ഇത് എത്ര പെർഫോമൻസ് കിട്ടും എന്നുള്ളത് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളൊരു ടാങ്കിൽ വെച്ച് നോക്കിയാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഫോഴ്സ് നമുക്ക് തള്ളുന്നത് നമ്മുടെ ഈ ടാങ്കിൻ്റെ ഡയ ചെറുതായത് കാരണം നമുക്കതിൻ്റെ പ്രഷർ കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ല. എങ്കിലും അത്യാവശ്യം നല്ല ബബിൾ തന്നെ വരുന്നുണ്ട്. ഒരു ചെറിയ ടാങ്കിലേക്ക് നമുക്കിത് തന്നെ ധാരാളമാണ്. ഈ പറഞ്ഞൊരു 85 വാട്ട്സിൻ്റെ മോട്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ടാങ്കിലേക്ക് ഇത് ധാരാളമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു പമ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ സാധാരണ രീതിയിലുള്ള ഒരു മോണോബ്ലോക്ക് പമ്പോ ഇതേപോലത്തെ ഫൗണ്ടൻ പമ്പോ മറ്റ് വെള്ളം അടിക്കുന്ന എന്ത് പമ്പോ ആയിക്കോട്ടെ, നമുക്ക് ഇതേ സിസ്റ്റം തന്നെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ആക്ച്വലി പൈപ്പിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയായിരുന്നു ഇടയ്ക്ക്. പക്ഷേ പൈപ്പിൻ്റെ സൈസ് ചേഞ്ച് ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്കതിനുള്ള ഫോഴ്സ് കിട്ടുന്നില്ല. അപ്പോൾ എയർ പൈപ്പ് ചെറുതായിട്ടിരിക്കുന്നതാണ് നല്ലത്. അതാണ് കുറച്ചുകൂടെ എനിക്ക് ഫോഴ്സ് തോന്നിയത്. ഇനി നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വെഞ്ചുറിയുടെ സൈസ്, വെഞ്ചുറിയുടെ ലെങ്ത്ത് വേണമെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. അതേപോലെ വെഞ്ചുറിയുടെ ഹോൾ വേണമെങ്കിൽ ചെറുതാക്കുകയോ വലുതാക്കുകയോ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അതിനനുസരിച്ച് പെർഫോമൻസ് മാറി മാറി വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എയറേറ്റർ പമ്പിന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അത് ഇപ്പോൾ മാർക്കറ്റിൽ അത്ര അവൈലബിൾ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു സമയത്ത് നിങ്ങളൊരു ചെറിയ PVCയുടെ ഫിറ്റിങ്സ് വെച്ച് ഇതേപോലൊരു കാര്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യം നടന്നെന്നിരിക്കും. ഈ പറഞ്ഞ പോലെ നിങ്ങൾ പല ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ പല കോൺഫിഗറേഷനിൽ ചെറിയ വെഞ്ചുറി വെച്ച് നീളമുള്ള വെഞ്ചുറി ട്രൈ ചെയ്ത് നോക്കുക, വെഞ്ചുറിയുടെ ഹോൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മാക്സിമം പെർഫോമൻസ് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഫോമിലേക്ക് നിങ്ങൾ തന്നെ എത്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ തന്നേ ഉള്ളൂ. ഞാൻ പോലും വിചാരിച്ചല്ല ഇത് വർക്ക് ചെയ്യുന്നു. എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ? ഞാൻ ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സജഷൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ സാധാരണ ഒരു മോട്ടറിൽ നമ്മളിത് സെറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ആ മോട്ടറിൻ്റെ ഹെഡും അതിൻ്റെ ഡിസ്ചാർജും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട മോട്ടർ എടുക്കുന്ന കറണ്ടാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള മോട്ടർ പല കോൺഫിഗറേഷൻ്റെ ആയിരിക്കാം. അതായത് ഹെഡ് കൂടിയതായിരിക്കാം, ഹെഡ് കുറഞ്ഞതായിരിക്കാം. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ലോഡിന് ആ മോട്ടർ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയണമെങ്കിൽ അത് ചൂടാവാതെ വർക്ക് ചെയ്യണോ നോക്കണം. കൂടാതെ അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ, നിങ്ങളൊരു ക്ലാമ്പോൺ മീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളത് മോട്ടർ ഓവർ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ മോട്ടർ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു വാൽവ് വെച്ചിട്ട് ആ മോട്ടറിൻ്റെ ലോഡ് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ആക്ച്വലി ലോഡ് മോട്ടറിന് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. അപ്പോൾ മോട്ടർ കത്തി പോവില്ല എന്ന് ഉറപ്പ് വരുത്തുക, കറക്റ്റ് കൺസപ്ഷനാണെന്ന് ഉറപ്പ് വരുത്തുക. പുറത്ത് വയ്ക്കുന്ന മോട്ടറാണെങ്കിൽ അത് ചൂടാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. സബ്മേഴ്സിബിൾ പമ്പാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ കൃത്യം ഹെഡ് നോക്കി വാങ്ങുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ ഫൗണ്ടൻ പമ്പുകൾ വാങ്ങുക. കാരണം ഇതിൻ്റെ ലിമിറ്റഡ് ഹെഡേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തീരെ ലോ ഹെഡിൽ അടിച്ചാലൊന്നും മോട്ടറിന് കംപ്ലയിൻറ്റ് വരില്ല. മറിച്ച് ഒരു 1/2 HP പമ്പോ 1 HP പമ്പൊക്കെ ആണെങ്കിൽ അത് കൃത്യം ആംബിയർ അല്ല എടുക്കുന്നതെങ്കിൽ, കറക്റ്റ് കൺസപ്ഷൻ അല്ല എങ്കിൽ ചിലപ്പോൾ അത് കംപ്ലയിൻറ്റ് വന്നേക്കാം. അപ്പോൾ നിങ്ങളത് ഉറപ്പ് വരുത്തുക, വെറുതെ ഐറ്റം ഡാമേജ് ആയി പോകും. അപ്പോൾ തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ എയറേറ്റർ പമ്പുകളെ കുറിച്ചുള്ള ഈ ചെറിയ എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കൂടുതൽ അറിവിനായി നമ്മുടെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. താങ്ക്